ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ പത്തരമാറ്റിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ജലജിയും അബിയും കൂടെ എന്നുള്ള സംഭാഷണം. അപ്പോൾ പറയും, എടാ അവളുടെ മുഖം അടിച്ച് തൂങ്ങിയിട്ടു എന്നാണ് പറഞ്ഞത്. എന്താണ് രേവതി വിളിച്ചിട്ട് അവരെന്തായാലും നല്ല കേസാണ് കൊടുത്തിരിക്കുന്നത്, അവനെ ഇട്ട് പൂട്ടും എന്നൊക്കെ പറയും. എല്ലാവരും കരയട്ടെ, എല്ലാവരുടെ നെഞ്ച് കലങ്ങട്ടെ, ഹൃദയം തകരട്ടെ എന്നൊക്കെ പറയണം ജലജി അബിയും കൂടെ നിന്നിട്ട്. പക്ഷെ അമ്മേ ലോക്കപ്പ് മർദ്ദനമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവളെ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന CI അല്ലേ, അതുകൊണ്ട് അവളോടുള്ള ആ ഒരു ഇതിൻ്റെ മുകളിൽ ചിലപ്പോൾ ലോക്കപ്പ് മർദ്ദനമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിഞ്ഞിപ്പോൾ ഓടും, അനന്തപുരിക്കാരോട് തെക്കോട്ട് വടക്കോട്ട് ഓടും അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോൾ അവളെ കാണുന്നില്ലല്ലോ, അവളെ എവിടെ പോയി, അവളിനി വരില്ലേ അറസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ എന്താണ് ആ CI ശരിക്കും പണി കൊടുത്തതാണ് നന്ദുവിനെ. കാരണം നന്ദു അവളും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്, അയാൾക്കറിയില്ല. പക്ഷെ ഇവളങ്ങനെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്നാണ് അയാൾ വിചാരിച്ചത്. അപ്പോൾ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ അതുകൊണ്ട് തന്നെയാവും അവളെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നവ്യ എന്നിട്ട് ചോദിക്കുന്നത്, എന്താ നിങ്ങൾ സംസാരിക്കണേന്ന്. അപ്പോൾ പറയും, പിന്നെ അനാമികയുടെ മുഖത്ത് അടിച്ചു എന്ന് പറയും. അനാമികയുടെ എപ്പോൾ അവരെ വെച്ചിട്ടാണ് കണ്ടത് എന്നൊക്കെ. അപ്പോൾ അവൻ നടക്കാൻ പോയി അവിടെ വെച്ചിട്ട് അനാമികയെ കണ്ടിട്ട് എന്തോന്ന് രണ്ടും പറഞ്ഞിട്ട് അനാമികയുടെ മുഖത്ത് അടിച്ചിട്ടുണ്ട് അറിയാം. അയ്യോ ഇവൻ എന്ത് പണി ചെയ്തത്, വേണ്ടാത്ത പണിക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ നവ്യ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, മിക്കവാറും എൻ്റെ മുകളിൽ അവർ കേസ് കൊടുക്കുന്ന പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൽ ഇവന് സന്തോഷമാണ്, അബിക്ക് സന്തോഷമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളെ നന്ദു പോലീസ് ജീപ്പിൽ വരുന്ന സമയത്ത് അവളിങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ അനന്തപുരിക്ക് കയറിയിട്ടില്ല, വണ്ടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഡ്രൈവറോട് പറയും, ഇവിടെ വണ്ടി നിർത്തുക പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇപ്പം അങ്ങോട്ട് ചെല്ലുക, എനിക്കാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അറിയുമ്പോൾ. മാഡം ചെന്നിട്ടില്ലെങ്കിൽ പ്രശ്നമല്ലേ, നമുക്ക് മുകളിൽ നിന്നുള്ള പ്രഷറല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ശരി എടുക്ക് വണ്ടി അറിയും. അങ്ങനെ ചെല്ലുന്നത്. അതിൻ്റെ മുന്നേ ജലജ നമ്മളുടെ ഇവന് ഈ കൊല്ലാൻ കൊണ്ടുപോകണ കോഴിക്ക് ആദ്യം അവസാനം കുറച്ച് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ ഇവന് ജ്യൂസൊക്കെ കൊടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടാ മോനെ, നീ അവളെ കാണാറുണ്ടടാ, അവൾ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനിയോട് വന്നിട്ട്. അപ്പോൾ ഈ ജ്യൂസ് കുടിക്കാനായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ജ്യൂസ് കുടിക്കുക എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുന്നത്, എന്താ പതിവില്ലാത്തൊരു സ്നേഹം അപ്പച്ചിക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, എനിക്ക് നിന്നോട് സ്നേഹമൊക്കെ തന്നെയാണ്, നീ ഇപ്പോൾ വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്, അവളെ പിന്നാലുള്ള ഓട്ടവും ഓരോരോ പ്രശ്നങ്ങൾ കാരണം നിൻ്റെ മുഖമൊക്കെ ഒട്ടിയ പോലുണ്ട്, നീ ജ്യൂസ് കുടിക്കുന്നൊക്കെ പറഞ്ഞ് കുടിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് പിന്നെ ചോദിക്കുന്നത്, അവളെ വിളിക്കുന്നു, ഞാനിതിന് അവളെ വിളിക്കുന്നു, അവളെ എന്നെയും വിളിക്കുന്നില്ല, അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയേടാ, അപ്പോൾ അവളെ പോലെ ഒരു പെൺകുട്ടീനെ ഒഴിവാക്കിയത് നന്നായി എന്നൊക്കെയാണ് ജലജ അവന് പറഞ്ഞത്. അപ്പോൾ എടുത്ത വഴിക്ക് അനി പറയും, എനിക്കിതാണ് മനസ്സിലാവാത്തത്, അപ്പച്ചി പിന്നെ അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ അവളെ പുകഴ്ത്തി പറയും, എൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ പറയും, ഈ ഇരട്ടത്താപ്പ് എന്തിനാ അപ്പച്ചി എന്ന് ചോദിക്കണ്ടാനി. അപ്പോൾ ജലജ കറന്ന് ഉരുളാണ്, എടാ അല്ലെങ്കിൽ നിൻ്റെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാവില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആർക്കറിയാം, അപ്പച്ചീനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജ്യൂസ് അവിടെ വെച്ചിട്ട് അവരങ്ങോട്ട് പോവാണ്. അപ്പോൾ പറയും, ഈ കടന്ന് തുള്ള്, നിന്നെ കൊണ്ടുപോകും അപ്പോൾ എത്തും വണ്ടി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ പോലീസ് സ്റ്റേഷനിൽ മറ്റേ CIയും മറ്റേ പോലീസുകാരനും കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സാറ് എന്തായാലും നന്ദന മേഡത്തിനെ വിട്ടത് എന്തായാലും നന്നായി, നന്ദു മേഡത്തിനെ വിട്ടത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ പിന്നെ അവർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയും. അപ്പോൾ നിർത്തോളൂ, അവർ തമ്മിലുള്ള സ്നേഹമൊന്നുമില്ല, അവന് ഇങ്ങോട്ടേ ഉള്ളൂ, ആ പയ്യന് ഇങ്ങോട്ടേ ഉള്ളൂ, അല്ലാണ്ട് നന്ദുവിന് അങ്ങോട്ടൊന്നുമില്ല ഇഷ്ടം, നന്ദുവിന് ഞാനല്ലേ കല്യാണം കഴിക്കാൻ പോണത് എന്നൊക്കെ പറയാം. അപ്പോൾ ആ പൊട്ടൻ്റെ വിചാരം തമ്മിൽ ഒരു സ്നേഹമില്ല, ഇവൻ ഇവളെ പിറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നാണ്. അപ്പോൾ പറയും, എന്തായാലും എൻ്റെ കയ്യിൽ കിട്ടില്ല, അവനെ ഞാനിന്നിട്ട് ശരിയാക്കുന്നുണ്ട്, അവരെ ഞാനിന്ന് വെള്ളം കുടിപ്പിക്കുന്നുണ്ട്, അവൻ്റെ മുത്തശ്ശൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിപ്പോയത്, മൂർത്തി സാറ് ഇങ്ങോട്ട് വരട്ടെ, അവനെൻ്റെ കൈ കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ മനസ്സിൽ പറയും, കാണാ കളി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇയാൾ രണ്ട് ഭാഗം പറയുന്ന ഒരു സ്വഭാവക്കാരനാണേ. അത് കഴിഞ്ഞിട്ടാണ് തന്നെ നമ്മളുടെ നന്ദുവിൻ്റെ എൻട്രി. അപ്പോൾ നന്ദു ആയിട്ട് വരുമ്പോൾ എന്ത് വേണമെന്ന് അറിയില്ല. അങ്ങനെ പോലീസ് ജീപ്പ് വീടിൻ്റെ ഉമ്മർത്ത് പോയിക്കുമ്പോൾ ജാനകി ഉമ്മർത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് നന്ദുവിൻ്റെ വരവ്. അപ്പോൾ ഇവൻ്റെ ജീപ്പ് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇവൻ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവൻ മനസ്സിൽ വിചാരിച്ചത് എന്താ വെച്ചാൽ, ഇവർക്ക് പരസ്പരം കാണാൻ പറ്റിയില്ലല്ലോ,
അപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അവൾ ഓരോ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക എന്നാണ് ഈ പൊട്ടത്തെ വിചാരം കേട്ടോ. ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി നന്ദു ഇവനെ കാണാൻ വരുന്നതാണ് ഈ മണ്ടൻ്റെ വിചാരം. അപ്പോഴേക്കും അവൻ അങ്ങോട്ട് ചെല്ലുന്നില്ല. ജാനകിയാണെങ്കിൽ അവളെ കണ്ടിട്ട് ഇങ്ങനെ ഉറഞ്ഞു തുള്ളി നിൽക്കുക. അപ്പോൾ പറയും ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരികയാണ് ഇവനെ കാണാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ പറയും കാര്യങ്ങളുണ്ടാക്കി വന്നു, ഞാൻ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നതെന്നല്ല, അനിയനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത് തന്നെയാണെന്ന് പറയുകയാണ് നന്ദു. അപ്പോൾ പറയും അനിയനെ കൊണ്ടുപോകാൻ എങ്ങോട്ട് കൊണ്ടുപോകാൻ പറയുമ്പോൾ അപ്പോഴേക്കും അനി വരും. അപ്പോൾ പറയും ഓ അവൻ നമ്മൾ വന്നപ്പോഴേക്കും എത്തി എന്നിട്ട് തുടങ്ങും. അപ്പോഴേക്കും എല്ലാവരും വരും. അപ്പോൾ എന്താ അപ്പോൾ ഇവിടെ യൂണിഫോമിലായതുകൊണ്ടാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇവനിന്ന് നടക്കാൻ പോയ സമയത്ത് അനാമികയെ ഗ്രൗണ്ട് വലിച്ച് കണ്ടിട്ട് ഇവൻ അനാമികയുടെ മുഖത്തടിച്ചു എന്ന് പറയുന്നത്. അപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അപ്പോൾ മുഖത്തടിക്കുകയെന്ന് വെച്ചാൽ എല്ലാവരും പരസ്പരം നോക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തിനു വയ്ക്കും അത് അവളുടെ വായനാവ് ശരിയല്ലാഞ്ഞിട്ട് ഞാനൊന്ന് കൊടുത്തതാന്ന് പറയും. അപ്പോൾ അടുത്തിടയ്ക്ക് ജലജ പറയും ശരി രേവതി വിളിച്ചിരുന്നു, രേവതി എന്നോട് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ പറയും ഓഹോ അവൾ ഇവിടുന്ന് പോയാലും വെളിയും പറച്ചിലൊക്കെ ഉണ്ടല്ലേ എന്ന് വയ്ക്കും. അത് ഇത് പറയാനായിട്ട് വിളിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും വരുന്നുണ്ട്. വേണുവും അജയനും ജയനും ദേവയാനിയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പറയും മോളെ ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കുമ്പോൾ ഒന്നും പറ്റില്ല, പിന്നെ കാരണം കേസ് അവരേതോ ഒരു അഡ്വക്കറ്റിനെ പോയി കണ്ട് അവിടുന്ന് കേസ് സ്ട്രോങ് ആക്കിയതാണ്, പിന്നെ അവർ അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ പറയും നിനക്ക് എന്താ ഇനി തീരെ ബോധമല്ലേ, നീ എന്ത് പണിയാണ് കാണിച്ചത് എന്നൊക്കെ. അപ്പോൾ അജയ് എടുത്തോട്ട് പറയും അവൾ ഇവളുടെ ഭാര്യയല്ലേ എന്ന് പറയും. അതുകൊണ്ട് ഭാര്യയെ തല്ലണമെന്നുണ്ടോ, അതൊന്നും നടക്കില്ല അജയ എന്ന് പറയുന്നുണ്ട് ജയൻ. അങ്ങനെ അവിടുന്ന് ആകപ്പാടെ സംസാരം. അപ്പോൾ നയനി വരും. പറയും എന്താ പ്രശ്നം നോക്കുമ്പോൾ പ്രശ്നം ചേച്ചി ഇതാണ്, ഇവൻ അനാമികയെ തല്ലി അവർ കേസ് കൊടുത്തിരിക്കുകയാണ്, എനിക്ക് ഒരു നിവർത്തിയില്ല, ഞാൻ കുറേ നോക്കി ശ്രമിച്ചു, ഇത് ഒഴിവാക്കാൻ ശ്രമിച്ചു, പക്ഷെ നടക്കില്ല, സ്ട്രോങ് ആണ്, പക്ഷെ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും. അപ്പോഴേക്കും ജാനകി കണ്ടോ അവൾക്കൊരിത് വന്നപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യാൻ ചാടി പിടിച്ച് അവളിങ്ങോട്ട് വന്നു എന്ന് പറയും. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്, എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, എൻ്റെ മേലുള്ള ആൾക്കാർ പറഞ്ഞാൽ എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ നിന്നെ കല്യാണം കഴിക്കുമ്പോൾ അയാളല്ലേ CI, അപ്പോൾ അയാൾ പറഞ്ഞാൽ നീ അനുസരിക്കുമല്ലേ എന്നാലും ഇപ്പോൾ ഇവിടെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നിർത്ത് എന്ന് പറയുന്നുണ്ട് അനി. അപ്പോൾ പറയും ഞാൻ എന്താ ചെയ്യുക, ഞാൻ ആകെ ജഡം കണക്കിയാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു, എനിക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് അനിയനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നെ അപ്പോൾ പറയും ഇനിയിപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക, അല്ലാണ്ട് എനിക്ക് വേറൊന്നും ഇതിൽ പറയാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ എനിക്കാണെങ്കിൽ എന്താ പാൽപ്പായസം കുടിച്ച സന്തോഷം. പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകണമെന്ന് വെച്ചാലും നന്ദുവിനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ, അവൻ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സന്തോഷിക്കുന്നത്. അപ്പോൾ പിന്നെ എടാ നീ എന്ത് മണ്ടത്തിനടാ കാണിച്ച, അവളെ ഓരോന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും, നീ അതിന് ഇതാക്കാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ട് നിനക്ക്, നീ എന്തിനാ അവളെ തല്ലാൻ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ നീ എന്ത് പണിയാണ് കാണിച്ചത് എന്നൊക്കെ പറയും. അങ്ങനെ എന്ത് പറഞ്ഞിട്ട് എന്താ, അവനാണെങ്കിൽ ഇവളെ കൂടെ പോയ അപ്പോഴേ റെഡിയാണ്. അങ്ങനെ നന്ദു അനിയനെയും വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട് കേട്ടോ. പോയി പിന്നെ അപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര ചർച്ചയിലാണ്, ഇങ്ങോട്ട് വരട്ടെ അവൻ എന്നുള്ളതിൽ തന്നെയാണ് CI ഇരിക്കുന്നത്. അപ്പോൾ കാണാം ഈ ലോറൻസ് എന്തായാലും പേര് പോലീസ്, അയാൾ നോക്കുമ്പോൾ കാണാൻ അനി ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ ചെറുക്കാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ വരുന്നത് എന്നിങ്ങനെ ഇയാൾ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയോട് വരുന്ന സമയത്ത് എന്ത് പണിയാണ് കാണിച്ചത് എന്ന് പറയുമ്പോൾ അവളെയൊക്കെ അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് പറയുന്നത്, എന്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല, റിമാൻഡിലൊക്കെ ഇട്ടാൽ പ്രശ്നമാവില്ലേ, റിമാൻഡിൽ കിടക്കുകയാണെങ്കിൽ പിന്നെ ആരെയും കാണാൻ പറ്റാത്ത അവസ്ഥയാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. കാരണം കോടതിയിൽ നിന്ന് എന്താ വിധിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു സ്ത്രീയെ മർദ്ദിച്ചു എന്നുള്ള കേസല്ലേ വരുന്നത്, അതുകൊണ്ട് കോടതിയിൽ എന്താവും കേസ് വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ജയിലിലാവില്ല, റിമാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ 14 ദിവസത്തേക്ക് മാറ്റും. അപ്പോൾ അവിടുന്ന് ഇവളെ കാണാൻ പറ്റില്ല, നന്ദുവിനെ കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ് സംഭവം. എന്തായാലും എനിക്ക് ജയിൽവാസമാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആഴ്ച. ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീരെ സുഖമില്ല, നിവർത്തിയില്ലാഞ്ഞിട്ടിട്ടാണ്, സോറി ക്ഷമിക്കുക കാരണം ഭയങ്കര പ്രശ്നമുണ്ട്, തൊണ്ടയ്ക്ക് ഭയങ്കര ഇൻഫെക്ഷനൊക്കെ ആയിട്ട്
പക്ഷേ ഇത് ഇട്ടിട്ടില്ലെങ്കിലും വ്യൂവേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇടുന്നത്. ക്ഷമിക്കണേ. നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്രയും പ്രശ്നമായിട്ട് ഇത് ഇടുന്നത് എന്നുള്ളത്. പക്ഷേ എനിക്ക് നിവർത്തിയില്ലാഞ്ഞിട്ട് ഇടുകയാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണേ. താങ്ക് യു.